ബീഹാറിലെ ബങ്കിപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ പ്രശാന്ത് കിഷോർ ബി.ജെ.പിക്ക് മേൽ നേടിയ വിജയം അത് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുമോ എന്ന ചർച്ച കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ രാജ്യത്തുണ്ടായത്. ഏതാണ്ട് സമാനമായൊരു ചർച്ച ഡൊണാൾഡ് ട്രംപ് ഭരിക്കുന്ന അമേരിക്കയിലും ഉണ്ടായിരിക്കുന്നു. അവിടെ കുറേ കൂടെ ചെറിയൊരു സംഭവമാണ് ഈ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നത്. മിഷിഗൺ സ്റ്റേറ്റിൽ നിന്ന് അമേരിക്കൻ സെനറ്റിലേക്ക് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അബ്ദുറഹ്മാൻ മുഹമ്മദ് അൽ സയ്യിദ് എന്ന് പറയുന്ന വ്യക്തിക്ക് അവസരം കിട്ടിയതാണ് ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. അത് വിശാലമായ അമേരിക്കയുടെ വിദേശ നയത്തിൽ ഊന്നിയുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നു. അൽ സയ്യിദ് ഭാവിയിൽ അമേരിക്കൻ പ്രസിഡന്റ് പദത്തിലേക്ക് മത്സരിക്കുമോ എന്ന ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നു. ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്ക് സോറാൻ മംദാനി മത്സരിച്ചപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഏതു വിധത്തിലാണോ വിമർശിച്ചത് അതിന് തക്ക വിധത്തിൽ അമേരിക്കയുടെ പ്രസിഡൻ്റായിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് അൽ സയ്യിദിനെ വിമർശിക്കുന്ന അവസ്ഥ വരെ എത്തി നിൽക്കുന്നു. ഭാവിയിൽ ഇദ്ദേഹം അമേരിക്കയുടെ പ്രസിഡൻ്റ് ആവാതിരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അനുചരൻ ഡി വാൻസ് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ബഷീർ, ഭയങ്കര കൗതുകരമായിട്ട് തോന്നിയത് ഏതൊക്കെ വിധത്തിലാണോ ന്യൂയോർക്ക് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഈ മംദാനി മത്സരിച്ചപ്പോൾ വേറൊരു കൗതുകം കൂടി ഉണ്ടായിരുന്നു. ഇപ്പം നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിൽ അധികാരത്തിലേറ്റതിന് ശേഷം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കൊക്കെ വേണ്ട ധനവിഹിതം കൊടുക്കുന്നില്ല, അവർക്ക് കിട്ടേണ്ട വിഹിതം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ തടഞ്ഞു വയ്ക്കുന്നു, പിടിച്ചു വയ്ക്കുന്നു, നിങ്ങൾ PM ശ്രീയിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഈ SSA ഫണ്ട് തരില്ല എന്നൊക്കെ പറയുന്നു എന്നൊക്കെയുള്ള വിധത്തിലുള്ള വിമർശനങ്ങൾ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. മംദാനി മത്സരിക്കുമ്പോൾ തന്നെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, മംദാനി ജയിച്ചെങ്ങാനും ന്യൂയോർക്ക് മേയർ ആവുകയാണെങ്കിൽ ന്യൂയോർക്ക് ന്യൂയോർക്ക് നഗരസഭയ്ക്ക് ഫണ്ട് കൊടുക്കില്ല എന്ന് പരസ്യമായിട്ട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് നമ്മുടെ ഓർമ്മയിലുണ്ടാവും. ഇതേ ഏതാണ്ട് സമാനമായ വിധത്തിലാണ് ഇപ്പോൾ സെനറ്റിലേക്ക് മത്സരിക്കാൻ ഡെമോക്രാറ്റ് പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയാവാനുള്ള മത്സരത്തിൽ ഇപ്പോൾ നമ്മൾ എങ്ങനെ ഇപ്പോൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കമ്പാരിസൺ ഇല്ല. ഇന്ത്യയിൽ ഉദാഹരണത്തിന് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു MP സ്ഥാനത്തേക്കുള്ള ടിക്കറ്റ് ഉറപ്പായി എന്നതുകൊണ്ട് മാത്രം ഒരാൾ പ്രധാനമന്ത്രിയാകുമോ എന്ന ചർച്ച നടത്തുന്നത് പോലെ. പക്ഷേ പ്രധാനമന്ത്രിയെ നേരിട്ട് അല്ല ഇവിടെ തിരഞ്ഞെടുക്കുന്നത്, അവിടെ പ്രസിഡന്റിനെ നേരിട്ടാണ് തിരഞ്ഞെടുക്കുക. ഇവിടെ 500 MP-മാരുണ്ട്. അവിടെ 50 സ്റ്റേറ്റിൽ നിന്ന് 2 വീതം സെനറ്റർമാരാണുള്ളത്. സെനറ്റർ റെപ്രസെൻറ്റേറ്റീവ് സ്വഭാവമുള്ളതല്ല. ഒരു കമ്പാരിസണുമില്ല. അതിലും കമ്പാരിസൺ ഇല്ലാത്തൊരു കാര്യം, ഒരു സെനറ്റിലേക്ക് മത്സരിക്കാനുള്ള ഒരു പാർട്ടിയുടെ കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുക്കാനുള്ള മത്സരത്തിലാണ് ജയിച്ചത്. സെനറ്ററായി ജയിച്ചത് പോലുമല്ല. ഇനി അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കാൻഡിഡേറ്റിനോട്, മൈക്ക് റോജേഴ്സ് എന്ന് പറയുന്ന കാൻഡിഡേറ്റിനോട് മത്സരിക്കണം. എന്നിട്ട് വേണം സെനറ്റ്. യഥാർത്ഥ തെരഞ്ഞെടുപ്പ് നവംബർ മാസം 3-ാം തീയതിയോ മറ്റോ നടക്കാനിരിക്കുന്നത്. അതിനു മുമ്പ് ഇത് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു വലിയ ഉറപ്പായി എന്നൊരൊറ്റ കാരണം, ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായി. ഇത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ചർച്ചയാവുന്നു, ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ചയാവുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് അമേരിക്കയിൽ ഡെമോക്രാറ്റിക് പാർട്ടിക്കകത്ത് ഒരു പ്രോഗ്രസീവ് ലെഫ്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ടായി വരുന്നു. മംദാനി അതിൻ്റെ ഉദാഹരണമാണ്. മറ്റൊരുപാട് ലെഫ്റ്റ് ലീനിങ് ഉള്ള നേതാക്കൾ ഡെമോക്രാറ്റിക് പാർട്ടിക്കകത്ത് സ്വാധീനം ചെലുത്തുന്നു. അവരുടെ സ്വാധീനം കൂടി വരുന്നതിൻ്റെ തെളിവായിട്ടാണ് അബ്ദുൽ എൽ സയ്യിദിൻ്റെ വിജയം. അതായത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാവാനുള്ള, മിച്ചിഗണിൽ നിന്നുള്ള സെനറ്റർ സ്ഥാനാർത്ഥിയാകാനുള്ള കൺഫർമേഷൻ ആ ഒരു വിങ്ങിൻ്റെ വിജയമാണ്. ഇവഞ്ച്വലി ഇത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ കൂടുതൽ വിസിബിളായി വരുന്ന ഇടത് അല്ലെങ്കിൽ ലെഫ്റ്റ് ഡെമോക്രാറ്റിക് രാഷ്ട്രീയത്തിൻ്റെ സൂചനയാണ് എന്ന മട്ടിലാണ് ആ ചർച്ച വരുന്നത്. അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റ് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ കൂടുതൽ പ്രതിഫലിച്ചു തുടങ്ങുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഇസ്രായേലി പക്ഷപാതിത്വത്തിന് പകരം പലസ്തീൻ അനുകൂലമായ ഒരു സെൻറ്റിമെൻറ്റ്സ് അമേരിക്കയുടെ പൊതുമനസ്സിൽ രൂപപ്പെട്ടു വരുന്നു എന്ന ഒരു കാര്യം കൂടി. അത് സൊഹ്റാൻ മംദാനിയുടെ തെരഞ്ഞെടുപ്പിലും അത് വളരെ പ്രകടമായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്കൻ ജനതയുടെ ഡിസപ്രൂവലാണ് യഥാർത്ഥത്തിൽ വളരെ ഒബ്വിയസായി ഈ യുദ്ധവിരുദ്ധ നിലപാടെടുക്കുന്ന നേതാക്കന്മാർ വിജയിച്ചു വരുന്നത് എന്ന്. ആ തരത്തിൽ ഒരു ആഭ്യന്തര അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇടത് രാഷ്ട്രീയത്തിനുള്ള സ്വാധീനം കൂടുന്നു.
ഇസ്രായേലി പലസ്തീനിയൻ കോൺഫ്ലിക്റ്റിൽ അമേരിക്കൻ ജനതയുടെ മനസാക്ഷി ഇസ്രായേലിനൊപ്പം എന്നതിൽ നിന്ന് പലസ്തീനിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. അതോടൊപ്പം ഈ യുദ്ധവിരുദ്ധമായ നിലപാട് ഉള്ളവർ വിജയിച്ചു വരുന്നു എന്ന്. ഇങ്ങനെയൊക്കെയാണത് ചർച്ച വരുന്നത്. പക്ഷേ ഈ അബ്ദുൽ അൽ സയ്ദ് സെനറ്ററായി വിജയിക്കുകയാണെങ്കിൽ, നവംബറിൽ വിജയിക്കുകയാണെങ്കിൽ അമേരിക്കൻ ചരിത്രത്തിലെ ആദ്യ മുസ്ലിം സെനറ്ററായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ചർച്ച ഭാവി രാഷ്ട്രീയത്തിലേക്ക് കൂടി റിപ്പബ്ലിക്കൻ പാർട്ടി കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ചർച്ച ഇതിപ്പോൾ ബഷീർ പറയുമ്പോൾ ഇതിങ്ങനെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് ജയിച്ചത് കൊണ്ട് തുടങ്ങി വെച്ചൊരു ചർച്ചയാണ് എന്ന് ഒരു പക്ഷേ തോന്നിയേക്കാം. പക്ഷെ അത് അങ്ങനെയല്ല. കാരണം ഇത് ഈ അൽ സയ്ദ് ഈ സ്ഥാനാർത്ഥിയാണ്, ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മിഷിഗണിൽ നിന്നുള്ള സെൻട്രൽ സ്ഥാനാർത്ഥി ആവാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് കാര്യമായ എതിർപ്പൊന്നും സത്യം പറഞ്ഞാൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഉള്ളിൽ നിന്നുണ്ടായിരുന്നില്ല. അന്ന് ഇതിൻ്റെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാവാൻ ശ്രമിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് അദ്ദേഹം കാൻഡിഡേറ്റ് ആവും, ജയിച്ചു വരും, ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ നിന്ന് അവരുടെ പ്രൈമറിയിൽ നിന്ന് ജയിച്ചു വരും എന്നുള്ളതായിരുന്നു ഒരു ആദ്യത്തെ ട്രെൻഡ്. പക്ഷേ ഈ മത്സരം തുടങ്ങി കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അമേരിക്കൻ ഇസ്രായേൽ എന്താ പറയുക ഐക്യദാർഢ്യ സമിതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഘടന രംഗത്ത് വരുന്നു. ആ സംഘടന ഈ അൽ സയ്ദിനെതിരെ വളരെ ശക്തമായിട്ട് പ്രചരണം നടത്തുന്നു. അതിന് തൊട്ടു പുറകെയാണ് ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവാണ്, ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡൻ്റാണ്. അദ്ദേഹം പറയുന്നത് ഈ അൽ സയ്ദ് എന്ന് പറയുന്നത് ഒരു ജൂതരെയും ഇസ്രായേലിനെയും വെറുക്കുന്ന പരാജയപ്പെട്ട കമ്മ്യൂണിസ്റ്റാണ് എന്ന് അൽ സയ്ദിനെ വിശേഷിപ്പിക്കുന്നു. സൊഹ്റാൻ മംദാനിക്കെതിരെയും കമ്മ്യൂണിസ്റ്റ് എന്ന ആക്ഷേപം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല ഈ നേരത്തെ പറഞ്ഞ എന്താ പറയുക അമേരിക്കൻ ഇസ്രായേൽ ഏകോപന സമിതി എന്ന് പറയുന്ന സംഘടന ഉണ്ടല്ലോ, ഇവർ $7 മില്യൺ ഒരു പ്രൈമറി തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുന്നത്. അവിടെ ഇത്രയും വലിയ പൈസയൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷവും ഈ അൽ സയ്ദിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ തമാശ. അതുകൊണ്ടാണ് സാധ്യത കുറഞ്ഞ് ഡിമിനിഷ്ഡായി കഷ്ടിച്ച് കടന്നു. 1% വോട്ടിൻ്റെ മാത്രം വ്യത്യാസത്തിലാണ് അവസാനം അൽ സയ്ദ് കടന്നുകൂടുന്നത്. അതുകൊണ്ടാണ് അതായത് ഇത്രയും പൈസ ചെലവാക്കിക്കൊണ്ട് ഈ ഇസ്രായേൽ അനുകൂല നിലപാടെടുക്കുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന്, ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിലെ ആളുകൾ മാത്രമാണെന്ന് ഓർക്കണം, അവരൊന്നിച്ച് ചേർന്ന് ഇത്രയും പൈസ സ്പെൻഡ് ചെയ്ത് വലിയ പ്രചരണം നടത്തിയതിന് ശേഷവും ഇദ്ദേഹം വിജയിച്ചു വരുന്നു. ഇതാണ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഉള്ളിലുള്ള വലിയ ചർച്ചയ്ക്ക് വഴിതെളിഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഗസയിൽ നടത്തിയ വംശഹത്യയ്ക്ക് അനുകൂലമായ നിലപാട് ഡൊണാൾഡ് ട്രംപ് എടുക്കുന്നു. അതിനുശേഷം ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഏകപക്ഷീയമായ ആക്രമണം നടത്തുന്നു. അത് തുടരുന്നു. ആ തുടരുന്നതിനിടയിൽ പലതരത്തിലുള്ള എന്താ പറയുക വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു. ഇങ്ങനെ പലതും സംഭവിച്ചുകൊണ്ട് ഇതിനെതിരെ അമേരിക്കൻ സൊസൈറ്റിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ എന്താ പറയുക വിയോജിപ്പുണ്ട്. ഇപ്പോൾ ഇറാഖിലെ ആക്രമണം നടന്ന സമയത്തും അഫ്ഗാൻ ആക്രമണം നടന്ന സമയത്തുമൊക്കെ യുദ്ധവിരുദ്ധ നിലപാടുകളുമായിട്ട് അമേരിക്കയിൽ വലിയ തോതിൽ സമൂഹം മുന്നോട്ട് വന്നിരുന്നു. സമാനമായ തരത്തിലുള്ള മുന്നോട്ട് വരലുകൾ അമേരിക്കൻ ജനതയുടെ ഇടയിൽ നിന്നുണ്ടാകുന്നുണ്ട്. പക്ഷേ അത് കുറെ കൂടെ കൺസോൾഡേറ്റഡ് ആവുന്നു. ഒരു പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടിനെ തന്നെ ഡെമോക്രാറ്റിക് പാർട്ടി കുറെ കൂടെ റിപ്പബ്ലിക്കൻസിനെ അപേക്ഷിച്ച് കുറെ കൂടെ ഒരു പ്രോ പാലസ്റ്റീൻ നിലപാടെടുക്കുന്നവരാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതും വേണമെങ്കിൽ പറയാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ പാർട്ടിക്കുള്ളിൽ പോലും കുറെ കൂടെ എന്താ പറയുക നീതിയുക്തമായ നിലപാട് ഇക്കാര്യത്തിലൊക്കെ എടുക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ഇത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇതിപ്പം അമേരിക്കയിലെ ഡെമോക്രാറ്റിക് രാഷ്ട്രീയവും ഡെമോക്രാറ്റിക് പാർട്ടിയും കൂടുതൽ അതിൻ്റെ ഐഡിയോളജിക്കലി ഇടതുപക്ഷത്തേക്ക് നീങ്ങുന്നു എന്ന ഒരു വിലയിരുത്തലാണ് ഈ പല വിജയങ്ങളിൽ നിന്ന് ആയിട്ടുണ്ടായിട്ടുള്ളത്. ഇതിൽ ലോകം ഇതിനെ ഇപ്പോൾ മിഷിഗണിലെ ഈ സെനറ്റർ കാൻഡിഡസിക്കുള്ള അതിൻ്റെ ഒരു പ്രൈമറി മത്സരത്തിൽ ലോകം കാണുന്നത് ഒന്ന് വേറെയും ലോക്കലി അത് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ലോക്കലി ഉയരുന്ന പ്രശ്നം വേറെയും എന്നതാണ്. ഇപ്പോൾ ഒരു ഈജിപ്ഷ്യൻ മൈഗ്രൻസാണ് അൽ സയ്ദിൻ്റെ അച്ഛനമ്മമാർ. 1984 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം അവിടെ തന്നെ പഠിച്ചു, അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ബിരുദമെടുത്തു, അവിടെ തന്നെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചു. പല രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ക്യാമ്പയിൻ മുദ്രാവാക്യങ്ങൾ ഒന്ന് അഫോർഡബിളായ ആരോഗ്യ സംവിധാനങ്ങൾ, അതോടൊപ്പം ഈ ക്യാമ്പയിൻ ഫണ്ട്, ഇലക്ഷൻ ഫണ്ടിൻ്റെ റിഫോംസ്, അമേരിക്കൻ ഇലക്ഷൻ നടത്തുന്നതിലുള്ള അതിൻ്റെ ഫണ്ടിങ്ങിൻ്റെ അതിൽ വരുത്തേണ്ട പരിഷ്കാരങ്ങൾ, അതോടൊപ്പം തന്നെ സൊഹ്റാൻ മംദാനി മുന്നോട്ട് വെച്ച പോലെയുള്ള മൊത്തം ജീവിത ചെലവിൻ്റെ അതിൻ്റെ ഒരു അഫോർഡബിലിറ്റി, ഇത്തരം കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ ക്യാമ്പയിൻ നടത്തിയത്. അതിൽ മറ്റൊന്നുമില്ല. അതോടൊപ്പം ഇസ്രായേൽ ഗാസ പ്രശ്നവും യുദ്ധവും ഇറാൻ യുദ്ധവും അദ്ദേഹം, പക്ഷേ പ്രയോറിറ്റിയിൽ അതൊന്നുമല്ല, പ്രയോറിറ്റി ലോക്കൽ പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പം മിച്ചിഗൺ
ജനങ്ങൾ, അവിടുത്തെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മെമ്പർമാർ ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കുന്നത് പ്രധാനമായും പ്രാദേശികമായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ പ്രവർത്തനങ്ങളെ തന്നെ മുൻനിർത്തിയാണ്. എന്നാൽ ലോകം ഇത് ചർച്ച ചെയ്യുന്നത് അമേരിക്കക്ക് ആദ്യമായി ഒരു മുസ്ലിം സെനറ്റർ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏതെങ്കിലും കാലത്ത് ഒരു മുസ്ലിം വരാൻ സാധ്യതയുണ്ടോ എന്ന മട്ടിലൊക്കെയാണ് ലോകം ഇതിനെ ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ യുദ്ധവുമായി ബന്ധപ്പെടുത്തിയുമാണ് ചർച്ച. ഈ യുദ്ധവുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യുമ്പോൾ ഈ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കാൻഡിഡേറ്റായിട്ട് ഈ എൽ സയ്യിദ് വരുന്നത് ഒരുപക്ഷെ പ്രാദേശികമായ പ്രശ്നങ്ങൾ മുൻനിർത്തിയുള്ള പ്രചരണത്തിലൂടെ ആണെങ്കിൽ പോലും ആ പ്രചരണങ്ങൾക്കൊരു അന്താരാഷ്ട്ര മാനം കൊടുക്കാൻ അദ്ദേഹം തന്നെ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഹെൽത്ത് കെയറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് വാർഫെയറിന് സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ അതിൽ അല്ല സ്പെൻഡ് ചെയ്യേണ്ടത്, ഹെൽത്ത് കെയറിനാണ് സ്പെൻഡ് ചെയ്യേണ്ടത് എന്ന് ജനങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം, മുൻപ് നടന്ന വംശഹത്യാശ്രമം, അതിനോട് അമേരിക്കൻ ഭരണകൂടം എടുത്ത നിലപാട്, ഇതിനെയൊക്കെ ജനങ്ങളിലേക്ക് പരോക്ഷമായിട്ട് എത്തിക്കാൻ അദ്ദേഹം വളരെ ഡെലിബറേറ്റായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാം. അതായത് ഇപ്പോൾ മിഷിഗണിൽ നിന്ന് സെനറ്റർ ആവുക എന്നതിനപ്പുറമുള്ള ചില ലക്ഷ്യങ്ങൾ ഒരു പക്ഷേ അൽ സയ്യിദിനുണ്ടാകാം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ അഫോർഡബിൾ ഹെൽത്ത് കെയർ എന്ന് പറയുകയും ഹെൽത്ത് കെയറിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുമ്പോൾ മുമ്പ് പ്രസിഡന്റ് സ്ഥാനത്തുണ്ടായിരുന്ന ബരാക്ക് ഒബാമയുടെ കാലത്ത് നടപ്പാക്കിയ ഒബാമ കെയർ സ്കീം, അതായത് അഫോർഡബിൾ ഹെൽത്ത് കെയർ തന്നെയായിരുന്നു ആ സ്കീമിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഇത് പിന്നീട് വന്ന റിപ്പബ്ലിക്കൻ ഭരണകൂടങ്ങൾ പല വിധത്തിൽ അത് ഡയലൂട്ട് ചെയ്തു. പക്ഷേ അതിന് ഇതേവരെ റിപ്പീൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവർ റിപ്പീൽ ചെയ്യാൻ പലകുറി ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. ഇപ്പോഴും അതൊരു നിയമമായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കൂടെ ഒരു ഫോക്കസ് കൊടുക്കാൻ ഈ ക്യാമ്പയിനിലൂടെ എൽ സയ്യിദ് ശ്രമിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ബരാക്ക് ഒബാമയെ പോലുള്ള ഒരു സർപ്രൈസ് കാൻഡിഡേറ്റായിട്ട് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ലീഡർഷിപ്പിലേക്ക് ഒരു പക്ഷേ എൽ സയ്യിദ് ഭാവിയിൽ വരാനുള്ളൊരു ചാൻസ് അവിടെ ഉണ്ട്. ഡെമോക്രാറ്റിക് പാർട്ടിയിൽ അവിടെ സംഭവിക്കുന്ന രാഷ്ട്രീയമായ മാറ്റങ്ങൾ ഒരു പക്ഷേ അതിനുള്ളൊരു സാധ്യത തുറക്കുമായിരിക്കും. 2018 മിഷിഗണിൻ്റെ ഗവർണർ സ്ഥാനത്തേക്ക് നിന്ന് പരാജയപ്പെട്ടതാണ് എൽ സയ്യിദ്. അമേരിക്കയിൽ സെനറ്റർമാർ ആണ് യഥാർത്ഥത്തിൽ നാഷണൽ പൊളിറ്റിക്സിലേക്ക് കടന്നു വരിക. ഇപ്പോൾ ബറാക്ക് ഒബാമ സെനറ്റർ ആയിരുന്നു, കമല ഹാരിസ് സെനറ്റർ, അമേരിക്കക്ക് ഭയങ്കര പ്രിയപ്പെട്ട പ്രസിഡന്റുമാരിലൊരായിരുന്നു, വളരെ യങ് ആയ പ്രസിഡന്റ് ആയിരുന്നു ജോൺ എഫ് കെന്നഡി സെനറ്റർ ആയിരുന്നു. ഇവരൊക്കെ സെനറ്റർമാരാവുകയും പിന്നീട് നാഷണൽ പൊളിറ്റിക്സിൽ നിറയുകയും അതിനുശേഷം പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ആയിത്തീരുകയും ചെയ്തതാണ്. ആ ഒരു സാധ്യത എൽ സയ്യിദിൻ്റെ കാര്യത്തിലും ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനുള്ള വിദൂര സാധ്യത എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കോ അതല്ലെങ്കിൽ നാഷണൽ ലീഡർഷിപ്പിലേക്കോ കൊണ്ടുവരേണ്ട ആളുകളെ ചൊല്ലി ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നടക്കുന്ന ആശയപരമായ തർക്കങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രഷനോ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പരിണതിയിൽ ഒരു പക്ഷേ കൂടുതൽ ഒരു ജനകീയ സ്വഭാവമുള്ള അല്ലെങ്കിൽ എന്താ പറയുക ദരിദ്രരുടെ പ്രശ്നങ്ങളോട് കൂടുതൽ ആഭിമുഖ്യമുള്ള നേതാക്കൾക്ക് നാഷണൽ പൊളിറ്റിക്സിൽ പ്രാമുഖ്യം കിട്ടണം എന്ന ഒരു നിലപാട് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ഉയർന്നു വരികയാണെങ്കിൽ അതിൽ പേര് കൽപ്പിക്കപ്പെടുന്ന ഒരാൾ ഒരു പക്ഷേ അൽ സയ്യിദ് ആവാൻ സാധ്യതയുണ്ട് എന്നാണ്. അത്രയും വിദൂരമായൊരു സാധ്യത മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു MP ആകുമെന്ന് ഉറപ്പായിട്ടില്ലാത്ത ഒരാൾ പ്രധാനമന്ത്രിയാകുമോ എന്ന് ചർച്ച ചെയ്യുന്ന പോലെയാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അങ്ങനെയല്ല. സെനറ്ററായി അയാൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അയാൾ നാഷണൽ പൊളിറ്റിക്സിലെ വളരെ പ്രധാനപ്പെട്ട ആളായിത്തീരും. വളരെ പെട്ടെന്ന് ഒബാമയ്ക്കൊക്കെ സംഭവിച്ചതുപോലെ ഒരു എലവേഷൻ ഉണ്ടാകാം. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ചർച്ച. ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ എന്നൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതെ, വൈസ് പ്രസിഡന്റ് അമേരിക്കൻ ഇപ്പോഴും വൈസ് പ്രസിഡന്റാണ് അത് പറയുന്നത്. അദ്ദേഹം പ്രസിഡന്റ് ആകുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് അമേരിക്കൻ ജനതയോട് പറയുന്നത് ഇപ്പോഴത്തെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റാണ്. അമേരിക്കയുടെ പ്രസിഡന്റാണ് പറയുന്നത് ജൂതരെയും ഇസ്രായേലിനെയും വെറുക്കുന്ന തോറ്റ കമ്മ്യൂണിസ്റ്റാണ് അൽ സയ്യിദ് എന്ന് പറയുന്നത് അമേരിക്കയുടെ പ്രസിഡന്റാണ്. അതായത് ഭാവിയിൽ ഒരു പൊട്ടൻഷ്യൽ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് ഇദ്ദേഹം എന്ന് ഏറ്റവും അധികം ഭയക്കുന്നത് സത്യം പറഞ്ഞാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഇപ്പോഴത്തെ ലീഡർഷിപ്പിലുള്ള ഏറ്റവും കൂടുതൽ വംശീയതയോ അല്ലെങ്കിൽ മുസ്ലിം വിദ്വേഷമോ വെച്ച് പുലർത്തുന്ന ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള അല്ലെങ്കിൽ വാൻസിനെ പോലെയുള്ള നേതാക്കളാണ് എന്നുള്ള കൗതുകം രാഷ്ട്രീയമായതുകൊണ്ട് നമുക്ക്. പക്ഷേ ഞാനിത് പറയാൻ കാര്യം വേറൊരു കാര്യം കൂടെയുണ്ട്. ഇപ്പോൾ ബരാക്ക് ഒബാമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുസ്ലിമാണോ എന്നതുമായി ബന്ധപ്പെട്ട് ആ തർക്കങ്ങളൊക്കെ ഉയർത്തിവിട്ട പ്രധാനികളിൽ ഒരാൾ ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. ബരാക്ക് ഒബാമ മുസ്ലിം വംശജനാണ്, ആ വ്യക്തിത്വം മുസ്ലിം വിശ്വാസിയാണ്.
അത് മറച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്ന വാദം വലിയ തോതിൽ ഉയർത്തിയ ഒരാൾ ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. അപ്പോൾ ആ വംശീയതയുടെയും മുസ്ലിം വിദ്വേഷത്തിൻ്റെയും ഒരു ഘടന അല്ലെങ്കിൽ ആ ഒരു എലിമെൻ്റ് ഡൊണാൾഡ് ട്രംപിൽ അവിടെ അവശേഷിക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ തന്നെ അൽ സയ്യിദിനെ ലക്ഷ്യമിടണം എന്നുള്ള മട്ടിൽ ആ വിമർശനം ഉന്നയിക്കുന്നത്. ഈ അമേരിക്കൻ പൊളിറ്റിക്സിൻ്റെ നമുക്ക് ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്തുനിന്ന് അത് കാണുമ്പോൾ അതിൻ്റെ ഒരു സൗന്ദര്യം എന്ന് നമുക്ക് തോന്നുന്നത്, സമീപകാലത്ത് ബരാക്ക് ഒബാമ പ്രസിഡൻ്റ് ആകുന്നതിന് തൊട്ട് മുമ്പ് വരെ ഒരു ആഫ്രിക്കൻ അമേരിക്കൻ വംശജനെ അമേരിക്ക പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കില്ല ഒരിക്കലും എന്നൊരു വിശ്വാസം, അത്ര കുറച്ച വിശ്വാസമുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആഫ്രിക്കൻ അമേരിക്കൻ ജനത എന്നത് അമേരിക്കൻ ജനസംഖ്യയുടെ 14% മാത്രമുള്ള ജനസംഖ്യയാണ്. പക്ഷേ ബറാക്ക് ഒബാമ ആദ്യം പ്രസിഡൻ്റായി ഡിക്ലെയർ ചെയ്യുന്ന ആ മൊമെൻ്റ് രാജീവിന് ഓർമ്മയുണ്ടാവും. ഇങ്ങനെ ലോകത്തെ ടെലിവിഷൻ സ്ക്രീനുകൾ മുഴുവൻ ഈ കറുത്ത വർഗ്ഗക്കാരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുതായിരുന്നു. അത് ചരിത്രത്തിൽ സംഭവിക്കുമെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ അമേരിക്കയിൽ അത് സംഭവിച്ചു. ഇപ്പോൾ 1960കളിലാണ് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ വിഖ്യാതമായ മാർച്ചും ഐ ഹാവ് എ ഡ്രീം ആ പ്രസംഗവും ഒക്കെ നടക്കുന്നത്. അത് കഴിഞ്ഞ് 50 വർഷത്തിനിടയിൽ അമേരിക്കയുടെ പ്രസിഡൻ്റായി ഒരു ആഫ്രിക്കൻ അമേരിക്കൻ വരികയാണ്. അപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കാം. ഇപ്പം നോക്കുകയാണെങ്കിൽ മുസ്ലിം എന്ന് എൽ സയ്യിദിനെ ആ ഒരു ഐഡൻറ്റിറ്റി പരിഗണിച്ച് സംസാരിക്കുകയാണെങ്കിൽ 1% മാത്രമാണ് അമേരിക്കയുടെ മുസ്ലിം ജനസംഖ്യ. അവിടെ ജൂത ജനസംഖ്യ യഥാർത്ഥത്തിൽ 2%. ഹിന്ദു ജനസംഖ്യയുണ്ട്. മുസ്ലിം ജനസംഖ്യയോളം, ലോകത്തുനിന്നുള്ള മുസ്ലിം ഐഡൻറ്റിറ്റി ഉള്ള ആളുകളോളം തന്നെ ഹിന്ദു ജനസംഖ്യയും 1%. പക്ഷേ മുസ്ലിം ഐഡൻറ്റിറ്റിയിൽ നിന്ന് വരുന്ന നേതാക്കൾക്ക് അമേരിക്കൻ പൊളിറ്റിക്സിൽ വലിയ പ്രാധാന്യം കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ റാഷിദ തൊലൈബ്, അതുപോലെ ഇൽഹാൻ ഉമർ തുടങ്ങിയ കോൺഗ്രസ്സിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾ, അതുപോലെ സൊഹ്റാൻ മംദാനി, ഇതെല്ലാം കൂടി വെച്ച് ആണ് ഈ ചർച്ച ഉയരുന്നത്. 1% മാത്രമുള്ള റിലീജിയസ് ആയിട്ട് പരിഗണിക്കുകയാണെങ്കിൽ 1% മാത്രമുള്ള മുസ്ലിം ഐഡൻറ്റിറ്റിയിൽ നിന്ന് ഭാവിയിൽ ഒരു പ്രസിഡൻ്റ് ഉണ്ടാകുമോ അമേരിക്കക്ക് എന്ന ചർച്ചയാണ് യഥാർത്ഥത്തിൽ ഉയരുന്നത്. അമേരിക്കൻ രാഷ്ട്രീയമായതുകൊണ്ട് നമുക്കൊന്നിനെയും പാടെ തള്ളിക്കളയാൻ പറ്റില്ല. അതേസമയം ഇതുവരെ അമേരിക്കക്കൊരു വനിതാ പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല എന്ന കാര്യവും അവിടെ നിലനിൽക്കുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ തവണ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ സ്ഥാനാർത്ഥികളുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹിലരി ക്ലിന്റൺ സ്ഥാനാർത്ഥിയായിട്ട് പോലും വിജയിച്ചില്ല എന്ന പ്രശ്നവും അവിടെ നിലനിൽക്കുന്നു. എങ്കിലും അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ അതിൻ്റെ ഒരു സൗന്ദര്യം വെച്ച് ഒരുപക്ഷെ അടുത്തൊരു ലെവലിലേക്ക് ഏതെങ്കിലും ഒരു കാലത്ത് പോകാനുള്ള സാധ്യത, ഒരുപക്ഷെ 10-20 വർഷത്തിനിടയിൽ എൽ സയ്യിദിനെ പോലുള്ള ഒരാൾ സ്ഥാനാർത്ഥിയാകും എന്ന ചർച്ചയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്നത്. ഇത് അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയം പരിഗണിക്കുമ്പോൾ വേറൊരു കൗതുകം കൂടിയുണ്ട്. ഇത് ഉയർന്നു വരുന്നത് മിഷിഗണിൽ നിന്നാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടെയുണ്ട്. മിഷിഗൺ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും ഒരു സ്വിംഗ് സ്റ്റേറ്റ് ആയിട്ട് മാറിക്കൊണ്ടേയിരുന്നു. റൊണാൾഡ് ട്രംപിനെ രണ്ട് തവണയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒബാമയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഡൊണാൾഡ് ട്രംപിന് വലിയ മേൽക്കൈ കൊടുത്ത സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മിഷിഗൺ എന്ന് പറയുന്നത്. പക്ഷേ ഒരു സ്വിംഗ് സ്റ്റേറ്റ് ആണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്വിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന മിഷിഗണിലെ ചേഞ്ചിനനുസരിച്ച് ഒരുപക്ഷെ അമേരിക്കയിൽ പ്രസിഡന്റ് മാറാം എന്ന് വേണമെങ്കിൽ കരുതപ്പെടുന്ന ഒരു സ്ഥലമാണ് മിഷിഗൺ. അവിടെയാണ് ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ ഇതുപോലെ ഒരു കാൻഡിഡേറ്റ്. സെനറ്റർ സ്ഥാനത്തേക്ക് മിഷിഗൺ 2000 മുതൽ ഇങ്ങോട്ട് ഡെമോക്രാറ്റിക് സെനറ്റർമാരെ മാത്രമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കൗതുകം അവിടെയുണ്ട്. ഇത്തവണയാണെങ്കിൽ ഇനി അൽ സയ്യിദ് മത്സരിക്കാൻ പോകുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറെ വിശ്വസ്തനായി അറിയപ്പെടുന്ന മൈക്ക് റോജേഴ്സ് എന്ന് പറയുന്ന കാൻഡിഡേറ്റുമായിട്ടാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറെ വിശ്വസ്തനാണ് എന്നത് തന്നെ അദ്ദേഹത്തിനുള്ള ഒരു നെഗറ്റീവ് പോയിൻ്റായിട്ട് ഡെമോക്രാറ്റുകൾ അവിടെ കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൽ സയ്യിദ് സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് അമേരിക്കയിലെ ഈ പൊളിറ്റിക്കൽ അനലിസ്റ്റുകൾ പറയുന്നതായിട്ട് ന്യൂയോർക്ക് ടൈംസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മളിവിടെ ജന്തർ മന്ദറിലെ ഒരു പ്രതിഷേധത്തിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊരു വലിയ ചേഞ്ചിനുള്ള സൂചനകളുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അതുപോലെ ഒരു മാറ്റം മിഷിഗണിലെ ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രൈമറി തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയം അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.